ഒക്ടോബർ 29 ബുധനാഴ്ച. ലൂക്ക 13:22 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തെക്കുറിച്ചും ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതിൻ്റെ അടിയന്തരതയെക്കുറിച്ചും ശക്തമായ ഒരു പഠിപ്പിക്കൽ നൽകുന്നു. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? യേശു ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പോടെയാണ് പ്രതികരിക്കുന്നത്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക. കാരണം പലരും പ്രവേശിക്കാൻ ശ്രമിക്കും, പക്ഷേ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ സ്വന്തം വിശ്വാസയാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. രക്ഷ എന്നത് യേശുവുമായി ബന്ധപ്പെടുകയോ അവനെക്കുറിച്ച് അറിയുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പകരം അവനുമായുള്ള ആഴത്തിലുള്ളതും വ്യക്തിപരവുമായ ഒരു ബന്ധം ഉൾപ്പെടുന്നു. അവിടെ അവൻ നമുക്കായി ഒരുക്കിയ പാതയിലൂടെ നടക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അത് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ പോലും. ഇടുങ്ങിയ വാതിൽ എന്ന് യേശു തൻ്റെ അനുയായികളെ പിന്തുടരാൻ വിളിക്കുന്ന ജീവിത രീതിയെ പ്രതീകപ്പെടുത്തുന്നു. വിനയം, അനുസരണം, സ്നേഹം എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ശിഷ്യത്വ ജീവിതമാണിത്. വാതിൽ എല്ലാവർക്കുമായി തുറന്നിട്ടിട്ടുണ്ടെങ്കിലും അത് ഇടുങ്ങിയതാണ്. കാരണം അത് പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ലൗകിക ശ്രദ്ധ വ്യതിചലനങ്ങളുടെയും ഭാരം ഉപേക്ഷിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ പാതയിൽ ആത്മാർത്ഥമായ സമർപ്പണവും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. യേശുവിൻ്റെ വാക്കുകൾ നമ്മെ അവനെ പിന്തുടരുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് അവൻ്റെ പഠിപ്പിക്കലുകൾ ജീവിക്കാൻ നാം യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നുണ്ടോ, അതോ ചില ചലനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാൻ അവൻ നമ്മെ വെല്ലുവിളിക്കുന്നു. യേശുവിനെ അനുഗമിക്കുക എന്നതാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുക എന്നതാണ്. അല്ലാതെ നമുക്ക് സൗകര്യപ്രദമാകുമ്പോൾ മാത്രമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിൽ ആരും, ഒരു മനുഷ്യനും പൂർണ്ണനല്ല. യേശു നമുക്ക് അർഹിക്കുന്നതിലും കൂടുതൽ അവസരങ്ങൾ നൽകുന്നു എന്നതാണ് സന്തോഷകരമായ വാർത്ത. ഈ ഭൂമിയിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സ്നേഹവാനും ക്ഷമിക്കുന്നവനുമായ വ്യക്തിയാണ് യേശുനാഥൻ. നമ്മുടെ മനുഷ്യത്വവും ബലഹീനതയും അവൻ മനസ്സിലാക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നും നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്നുവെന്നും മോശം തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും കുറച്ചു കാലത്തേക്ക് നാം അവനിൽ നിന്ന് അകന്നു പോയേക്കാം എന്നുമെല്ലാം യേശുവിനറിയാം. എന്നിരുന്നാലും യേശു നമ്മെ സ്നേഹിക്കുന്നത് തുടരുന്നു. തൻ്റെ ഭവനത്തിലേക്ക് വരാൻ നമ്മെ ക്ഷണിക്കുന്നത് അവൻ ഒരിക്കലും നിർത്തുന്നില്ല. ഇന്നത്തെ സുവിശേഷ വായന പ്രവാചകന്മാരുടെ ദൈവത്തെയും അവൻ്റെ പഠിപ്പിക്കലുകളെയും കുറിച്ച് വളരെ കാലമായി കേട്ട ഇസ്രായേൽക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അബ്രഹാത്തിൻ്റെ മക്കളായതുകൊണ്ട് മാത്രം സ്വർഗരാജ്യത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പാണെന്ന് അവരിൽ പലരും കരുതി. അങ്ങനെയല്ല. യേശുവിൻ്റെ അഭിപ്രായത്തിൽ മറ്റ് ജനതകൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ തലമുറയ്ക്ക്
ഇത് സമയോചിതമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ജ്ഞാനസ്നാനം ഏൽക്കുകയും സഭാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നത് പോലും പർദീസയിൽ പ്രവേശിക്കുന്നതിന് മാനദണ്ഡമല്ല. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നത് മാറ്റത്തിൻ്റെ വേദനാജനകമായ പ്രക്രിയയിലൂടെ കടന്നു പോവുക എന്നതാണ്. അത് അത്ര എളുപ്പമല്ല, പക്ഷേ അത് നിത്യജീവനിലേക്ക് നയിക്കുന്നു. പലരും മാറ്റത്തിന് തയ്യാറാകാത്തതിനാൽ അവർ സുഖകരമായ കാര്യങ്ങളിൽ ജീവിക്കുന്നു. വിനാശത്തിലേക്ക് നയിക്കുന്ന വിശാലമായ കവാടമാണിത്. ഏത് വാതിലൂടെയാണ് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നത്? ആ തീരുമാനം എടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.